നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിനായി തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണല്ലോ. ശബരിമലയിൽ ഇ.ഡി. വന്നാൽ, സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇ.ഡി. വന്നാൽ ആരായിരിക്കും കുടുങ്ങുക? ആ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കേവലം പത്മകുമാറോ വാസുവോ അല്ലെങ്കിൽ മുരാരി ബാബുവോ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ ആയിരിക്കില്ല ഇ.ഡി. വരുമ്പോൾ കുടുങ്ങാൻ സാധ്യതയുള്ളത്. ഇതിനേക്കാളൊക്കെ മുകളിൽ നിൽക്കുന്ന, ഇവരെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്ന പലരും ഇ.ഡിയുടെ നെറ്റിൽ കുടുങ്ങും, ഇ.ഡിയുടെ വലയിൽ കുടുങ്ങുമെന്നാണ് പലപ്പോഴും പറഞ്ഞു കേൾക്കുന്നത്. പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും നമ്മളോട് പറയുന്നത്. കാരണം ഇ.ഡി. വരുമ്പോൾ ഇതിൻ്റെ വിശാലമായ മാനങ്ങളുണ്ടാവും. ഈ കേസിൽ വിദേശത്തേക്ക് ഈ സ്വർണത്തിന്റെ, ഇതിനു മുമ്പ് ദ്വാരപാലക ശില്പങ്ങൾ മാത്രമല്ല മറ്റു പല സ്വർണ്ണപ്പാളികളും മറ്റു പല വസ്തുക്കളും, ശബരിമലയിലെ പൂജനീയമായ പല വസ്തുക്കളും കേരളത്തിന് പുറത്തേക്ക് കടത്തി എന്നാണ് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇ.ഡി. വരുന്നത്. ഇ.ഡി. വരുമ്പോൾ കുടുങ്ങുന്നത് കേവലം ഇപ്പോൾ ജയിലിലുള്ളവർ മാത്രമായിരിക്കില്ല എന്നുള്ള സൂചനയാണ് പുറത്തു വരുന്നത്. നേരത്തെ പത്മകുമാർ പറഞ്ഞ ദൈവതുല്യരായ പലരും ഒരുപക്ഷെ ഇതിൽ കുടുങ്ങിപ്പോയേക്കാം. കാരണം ഇവരൊന്നും അറിയാതെ ശബരിമലയിൽ നിന്നും സ്വർണം പുറത്തേക്ക് പോകില്ല. കേവലം പത്മകുമാറോ വാസുവോ മുരാരി ബാബുവോ മാത്രം വിചാരിച്ചാൽ, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന തട്ടിപ്പുകാരനോ വിചാരിച്ചാൽ ഒന്നും സ്വർണത്തെ പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അത് ചില ആചാര അനുഷ്ഠാനങ്ങളിൽ നിർണായകമായ സ്വാധീനമുള്ള, ആചാരാനുഷ്ഠാനങ്ങളിൽ നിർണായകമായ പങ്കുള്ള, നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന അവരുടെ വാക്കുകൾക്കാണ് അവസാന വില എന്ന് പറയുന്നവർ തന്നെ ഒരുപക്ഷെ ഇതിൽ കുടുങ്ങിയേക്കാമെന്നാണ് പറയുന്നത്. കാരണം വലിയ ഒരു തട്ടിപ്പ് ശബരിമല കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികൾ വരുന്നതിനെ സംസ്ഥാന സർക്കാർ എതിർക്കുന്നത് പോലും ഒരുപക്ഷെ അതിൻ്റെ അന്വേഷണത്തിൻ്റെ വ്യാപ്തി മറ്റു പലരിലേക്കും തിരിയും എന്നുള്ളത് കൊണ്ടാണ്. ദേവസ്വം ബോർഡിൻ്റെ ചുമതല വഹിച്ച, അല്ലെങ്കിൽ ദേവസ്വം വകുപ്പിൻ്റെ ചുമതല വഹിച്ച മന്ത്രിമാരടക്കമുള്ളവർ ഇക്കാര്യത്തിൽ വളരെ ചങ്കിടിപ്പിലാണ്. കാരണം ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത പ്രതികളിൽ അന്വേഷണം നിൽക്കില്ല. അന്താരാഷ്ട്ര സ്മഗ്ലിങ്ങുമായി, പ്രത്യേകിച്ച് അന്താരാഷ്ട്ര ആന്റിക് പുരാവസ്തു സ്മഗ്ലിങ്ങുമായി ബന്ധപ്പെട്ട പലരുടെയും കൈകൾ ഇതിന് പിന്നിൽ ഉണ്ടെന്നാണ് ഹൈക്കോടതി തന്നെ സംശയം പ്രകടിപ്പിച്ചത്. കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തലയും ഇതേ സംശയം പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തിന് കയ്യിലുണ്ടായിരുന്ന വിവരങ്ങൾ അദ്ദേഹം പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ കൊടുക്കുകയും തന്നോടൊരു വ്യവസായിയാണ് ഇത് പറഞ്ഞതെന്നും ആ വ്യവസായിക്ക് SITക്ക് മുന്നിൽ മൊഴി കൊടുക്കാൻ താല്പര്യമുണ്ടെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുകയും അങ്ങനെ ആ വ്യവസായി വന്ന് മൊഴി കൊടുക്കുകയും ചെയ്തു. ഈ കൊടുത്ത മൊഴിയിന് ശേഷം പിന്നെ ആ ഭാഗത്തേക്കുള്ള അന്വേഷണം എങ്ങനെ നടന്നു, ഈ തൊണ്ടി മുതൽ എവിടെ പോയി? കാരണം പിടിച്ചെടുത്ത സ്വർണം എന്ന് പറയുന്നത് കാണാതായതിൻ്റെ വളരെ കുറച്ച് ശതമാനം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സ്വർണ്ണമൊക്കെ എവിടെ പോയി? തൊണ്ടി മുതൽ എവിടെ പോയി? ഇത്തരം ചോദ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ ഇ.ഡി. വന്നു കഴിഞ്ഞാൽ കളി മാറും എന്നുള്ള വിശ്വാസമാണ് എല്ലാവർക്കും ഉള്ളത്. അങ്ങനെ വരുമ്പോൾ അന്വേഷണം വീണ്ടും കൂടുതൽ വ്യാപ്തിയിലേക്ക് പോകും. കടകംപള്ളി സുരേന്ദ്രനെ 2 തവണയോളം ചോദ്യം ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിനെയും ചോദ്യം ചെയ്തു. ഇ.ഡി. വരുമ്പോൾ ഇനിയും ചോദ്യം ചെയ്യലിൻ്റെ വ്യാപ്തി കൂടും. അപ്പോൾ CPM-ന് തന്നെയായിരിക്കും രാഷ്ട്രീയപരമായി അതിൽ നഷ്ടം എന്നും പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇ.ഡി. വരുമ്പോൾ ആര് കുടുങ്ങുമെന്ന് ചോദിച്ചാൽ ഇപ്പോഴുള്ളവരൊന്നും ആയിരിക്കില്ല പ്രതികൾ. അപ്പോൾ കുടുങ്ങുന്നത് വേറെ ചിലരായിരിക്കും. അവരിൽ ദൈവതുല്യരുണ്ടാകാം, ഉന്നത രാഷ്ട്രീയ നേതാക്കളുണ്ടാകാം, മറ്റ് ചില ഏജന്റുമാരുണ്ടാകാം. കേരളത്തിൽ നിന്ന് സ്വർണം ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ സ്വർണം കടത്തുന്ന ചില പമ്പന്മാരും ചില പുങ്കവന്മാരുമുണ്ട്. അവരും കുടുങ്ങിയേക്കാം. അങ്ങനെ ആര് കുടുങ്ങുമെന്നുള്ളതിന് യാതൊരു ഉറപ്പും ഇപ്പോൾ പറയാൻ കഴിയില്ല. ഇ.ഡി. വന്ന് ശബരിമലയിൽ അന്വേഷണം ഏറ്റെടുത്തിയാൽ ഈ ഡയമെൻഷനിൽ അന്വേഷണം പോകില്ല, മറ്റ് ചിലരും ഇതിൽ കുടുങ്ങും. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത്തരത്തിലൊരു നീക്കമുണ്ടായാൽ അത് CPM-ന്റെ അടിത്തറ തോണ്ടുകയും ചെയ്യും.